ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ബേബി വന്നിട്ട് നമ്മളുടെ ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ. നമ്മളെന്താ പറയുക, ഇത്ര നാൾ നമ്മൾ റെസ്റ്റിലൊക്കെ ആയിരുന്നു. ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഫസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, സ്പെഷ്യൽ ഒരു ഈവനിങ് ആണ്. നമ്മളുടെ ബേബീൻ്റെ ആദ്യത്തെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഒന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് ചെറിയമാർ എന്നിട്ട് ബേബീനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ബേബി വന്നിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ്? രസമൊക്കെയാണ്, പക്ഷേ ഞങ്ങളുടെ ഭാഗത്ത് രസാ, ചേച്ചിയുടെ ഭാഗത്ത് അത്ര രസമില്ല. കുഞ്ഞാട്ടച്ചേരി ഇപ്പൊ വന്നിട്ടുള്ള ലാൻഡ് ചെയ്തിട്ട് ഞാനിപ്പൊ കണ്ടോളൂ. ഉണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അല്ലേ? രാത്രി വണ്ടി ബസ് കയറി വന്നു അല്ലേ? ബസ്സിൽ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അവരെ വീട്ടിൽ വെയിറ്റ് ചെയ്യാം. ചേട്ടാ അവർക്ക് വഴി കാട്ടാൻ വേണ്ടി നിൽക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളുടെ ഒരു കുഞ്ഞു വീടായതുകൊണ്ട് ചിലപ്പോൾ ടേബിളൊക്കെ മാറ്റേണ്ടി വരും. അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാവില്ല. ഞാൻ എന്താ പറയുക, നമ്മളുടെ ഒന്ന് ചെറിയൊരു ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അവർ വന്നു എന്ന് തോന്നുന്നു. അപ്പം ഇന്ന് ഫോട്ടോഷൂട്ട് ചെയ്യാനായിട്ട് കുഞ്ഞാറ്റ ചെറി ഉണ്ടായിരുന്നു, പൊന്നു ചെറി ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു, അമ്മാമ്മ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് ആരും വിചാരിക്കേണ്ട. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ക്ഷീണത്തിൽ, പിന്നെ ഉറക്കമൊന്നുമില്ല. ഉണ്ണീനെ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് പാല് കൊടുക്കണം, അതുകൊണ്ട് ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ണിയുടെ ഫസ്റ്റ് കോസ്റ്റ്യൂം ഇതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കോസ്റ്റ്യൂമാണ് കേട്ടോ. നമ്മളിന്ന് 3 തീംസ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഏറ്റവും ഫേവറേറ്റ് ആയത് ഫസ്റ്റ് ചെയ്ത ഈ കോസ്റ്റ്യൂം ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ശരിക്കും അവർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ഭുതം കേട്ടോ. കാരണം ശരിക്കും എന്താ പറയുക, എഡിറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കാണാൻ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. നമ്മുടെ 3 തീമും അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഇത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് കേട്ടോ നമുക്ക് ചെയ്തു തന്നത്. അതേപോലെ തന്നെ അവർ തീം ഒരുക്കണതും കുട്ടീനെ ഹാൻഡിൽ ചെയ്യണതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ അവർ വേറൊരു ബാക്ക്ഗ്രൗണ്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് മാറ്റിയിട്ട് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചു. അത് തന്നെയായിരുന്നു ശരിക്കും ഭംഗിയിട്ട്. പിന്നെ അവർ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ശരിക്കും കഷ്ടപ്പാടുള്ള പണിയാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി കേട്ടോ. ഉണ്ണിക്ക് ഫാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഫാനില്ലാണ്ട് വിയർത്തൊലിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്കും തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല ഫാനില്ലാണ്ട്. പക്ഷെ ഉണ്ണിക്ക് ഫാൻ ഇടാൻ പറ്റില്ലല്ലോ. പിന്നെ അവനെ ഭയങ്കരമായിട്ട് കാമാക്കിയിട്ടൊക്കെയാണ് അവർ ചെയ്യുന്നുണ്ടായിരുന്നത് കേട്ടോ. നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 3 തീമും പിന്നെ പാരൻസും തമ്മിലുള്ള ഫോട്ടോഷൂട്ടാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് തീം പറയുന്നത് ബുക്സിൻ്റെ തീമാണ് കേട്ടോ. അത് ചൂസ് ചെയ്ത് എന്തുകൊണ്ടും നന്നായിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു ബേബീനെ അതിലിടിച്ചിട്ട്. പിന്നെ അതിൽ കിടത്തുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ. അവർ ബേബീസിനെ അത്രയ്ക്ക് കാമാക്കിയിട്ടാണ് കേട്ടോ കിടത്തലും കാര്യങ്ങളുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ബേബീസ് ഉണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് എടുത്ത് വെക്കുന്നത് നല്ല മെമ്മറി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ക്യാപ്പൊക്കെ വെച്ചിട്ട് അവൻ്റെ തലയിൽ കുറച്ച് ഹെയറില്ലേ കുറച്ച് ഭാഗത്ത്, അപ്പോൾ ഈ ക്യാപ്പൊക്കെ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ തീമാണ്. നിങ്ങൾ പറയട്ടെ, നിങ്ങൾക്ക് ഇതിൽ ഏത് തീമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതെന്ന് കേട്ടോ. ഇതിൽ കിടത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ വീഴാനൊക്കെ പോകണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ബാലൻസ് ചെയ്ത് പിടിച്ച് വീണ്ടും എടുത്ത് ഉറക്കി വീണ്ടും അങ്ങനെ കിടത്തി. പിന്നെ വീണ്ടും നമുക്ക് ബ്രസ്റ്റ് ഫീഡൊക്കെ ചെയ്യാൻ തന്ന് അങ്ങനെ കൂളാക്കി പതുക്കിയൊക്കെ ആണ്. ഒരു 3 ഹവേഴ്സൊക്കെ എടുക്കുന്ന സമയമൊക്കെ എടുക്കട്ടെ എന്തായാലും നിങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ പറയുകയാണെങ്കിൽ. അങ്ങനെ കുട്ടികളുടെ സൗകര്യം നോക്കിയിട്ട് വേണമല്ലോ നമുക്ക് ഈ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ തീമാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് വരാട്ടോ. അതിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എഡിറ്റ് ചെയ്യേണ്ട പോലും ആവശ്യം വരില്ല കേട്ടോ. കാരണം അത്ര ഭംഗിയാണ്. അതിൽ നമ്മുടെ ക്യാമറയിൽ തന്നെ എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ക്യാമറയിൽ എടുക്കുമ്പോൾ പറയണ്ടല്ലോ. ഇതിൻ്റെ തന്നെ ഹാരി പോട്ടറിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഇഷ്ടമായി. പക്ഷേ രണ്ടും ഏകദേശം സെയിം പോലെ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്തു കേട്ടോ. പിന്നെ അടുത്തൊരു ഇത് പറയുന്നത് ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടുള്ളതായിരുന്നു കേട്ടോ. അത് നമ്മളൊരു ഡോൺ പോലെയുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഡോൺ മോഡൽ കണ്ണാടൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കണം കേട്ടോ ചെയറിൽ. ആ ചെയറിൽ നല്ല കംഫർട്ടബിളായിട്ട് അടിയിൽ പില്ലോ ഒക്കെ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ അവരിരുത്തുന്നത്. അതിൽ നല്ല കംഫർട്ടബിളായിട്ട് ഇരുത്തിയിട്ടുണ്ട്. അതിലിങ്ങനെ കണ്ണാടൊക്കെ വെച്ചിട്ട് ഫുള്ള് ഇങ്ങനെ കോയിൻസൊക്കെ വെച്ചിട്ട് അതും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് മുടി ഒത്തിരി പ്രശ്നമായിട്ട് തോന്നി. പിന്നെ എനിക്ക് ഇവർ അതിശയമായിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ റാപ്പ് ചെയ്യണതാണ്. എന്തൊരു ഭംഗിയിലാണ് ഇവർ റാപ്പ് ചെയ്യണത്. ഞാനൊക്കെ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവനിങ്ങനെ കിടക്കൂല. ഇവരുടെ അടുത്താണെങ്കിൽ കറക്റ്റായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഇവർ പാട്ട് പാടുമ്പോൾ അവൻ ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാൻ്റെ ആ ഡ്രസ്സൊക്കെ എടുത്ത് കാണിച്ചിട്ട് ഭയങ്കര ക്യൂട്ടല്ലേ, നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവനെ ഒരു ഗ്രീൻ റാപ്പിൽ ചെയ്തു കേട്ടോ. ഗ്രീൻ റാപ്പിൽ അടുത്തത് നമ്മളൊരു ക്രിസ്മസ് തീമാണ് കേട്ടോ. നമ്മൾ ഒരു ഡിസംബർ സമയത്താണ് നമ്മളിത് എടുക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഭയങ്കര വലുതായി. ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം
പാകത്തിന് വലുതായ പോലെ തോന്നട്ടോ. ഇവൻ കുഞ്ഞിതായിരുന്നു, ഇപ്പോൾ ഇതിനേക്കാൾ അത്യാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ അവനെ കാണാൻ. അപ്പോൾ ക്രിസ്മസ് തീമാണ് അടുത്ത് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അവൻ റാപ്പ് ചെയ്യുന്ന സമയത്ത് ഓരോ എക്സ്പ്രഷൻസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഒരു പച്ച ഷാളിൽ റാപ്പ് ചെയ്തിട്ട് പിന്നെ ഒരു റെഡ് റാപ്പിലേക്ക് മാറ്റിയിട്ടത്. പിന്നെ നമ്മളൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും ഒരു റെഡ് റാപ്പിൽ അവനെ കിടത്തുന്നതുമാണ് തീമായിട്ട് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അതും നല്ല ഭംഗിയുണ്ടായിരുന്നു. സാന്റാക്ലോസും പഞ്ഞൊക്കെ വെച്ച് നമ്മുടെ സ്നോയൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിലൊരു ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൽ കിടത്തണ പോലെ ആയിരുന്നു കേട്ടോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇവർ നെറ്റിയിൽ ഒരു എന്താ പറയുക മുടിയില്ലാത്തതുകൊണ്ട് എനിക്ക് ക്യാപ്പ് വെക്കുന്ന ഫോട്ടോയാണ് എനിക്ക് ഇഷ്ടമായത്. പിന്നെ ചിരിക്കുന്ന ഫോട്ടോയും കരയുന്ന ഫോട്ടോയും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും ഒരു മെറൂൺ റാപ്പിൽ പൊതിഞ്ഞിട്ട് നമ്മളുടെ ഫോട്ടോഷൂട്ടും നമ്മളെല്ലാവരും 3 പേരും വൈറ്റാണ് കേട്ടോ തീം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 പേരും വൈറ്റ് തീമിലെടുത്തു. എനിക്കതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അവൻ്റെ ഫസ്റ്റ് ഫോട്ടോയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യൂട്ടോ.